1996 കേരള കോൺഗ്രസിലെ പ്രമുഖർ ചേർന്ന് പാലാഴി ടയേഴ്സ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത്. ഇതിന് പണം സ്വരൂപിക്കുന്നതിനായി സഹകരണ സംഘം രൂപീകരിക്കുകയും കോട്ടയത്ത് 40 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു. കെ മാണിയായിരുന്നു കമ്പനിയുടെ ചെയർമാൻ. സംസ്ഥാന സഹകരണ ബാങ്കിൽ നിന്നും വായ്പയും ലഭ്യമായിരുന്നു. പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ ടയർ ഫാക്ടറി നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഡയറക്ടർ ബോർഡ് പിന്മാറി. കമ്പനിയുടെ പേരിൽ ഓഹരി പിരിച്ച ശേഷം ദുർവിനിയോഗം ചെയ്തെന്ന് കാട്ടി കീഴ്ത്തടിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് സി കാപ്പൻ പരാതി നൽകി. സംഭവം നിയമസഭയിലും ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. ശ്രീ പി സി ജോർജ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അത് കേരള അസംബ്ലിയിൽ വളരെ വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു ടയർ ഫാക്ടറി ഉണ്ടാകാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനുവേണ്ടി വിദേശത്ത് പോയി ഒരുപാട് വിദേശ മലയാളികളുടെ പണം സംഭരിച്ചു. ഒരുപാട് ഷെയറുകൾ സംഭരിച്ചു. 4 കോടി രൂപ അന്ന് കളക്ട് ചെയ്തതായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിൽ വിജിലൻസ് മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകി. കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വലവൂരിലെ 14 ഏക്കർ സ്ഥലം IIITക്ക് വിട്ടു നൽകിയിരുന്നു. ശേഷിക്കുന്ന സ്ഥലം പ്രദേശത്ത് തുടങ്ങാൻ പോകുന്ന ഇൻഫോസിറ്റിക്ക് വിട്ടുനൽകാനുള്ള നീക്കമാണ് നടക്കുന്നത്. കമ്പനി പ്രവർത്തിക്കുന്നില്ലെങ്കിലും വലിയ വാടക നൽകി കേന്ദ്ര ഓഫീസ് ഗാന്ധിനഗറിൽ നിലനിർത്തിയിട്ടുണ്ട്. മീഡിയ 1 കോട്ടയം.